ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ദളപതി 61 എക്സ്ട്രാ ഒരുപാട് അപ്ഡേറ്റ്സ് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ദളപതി 61 ഷൂട്ടിങ് എപ്പോഴാണ് തുടങ്ങുക എന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. അടുത്ത മാസം 4-ാം തീയതി ഷൂട്ട് തുടങ്ങാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഒക്ടോബർ 4-ാം തീയതി പടം ഷൂട്ട് ചെയ്താൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ അനൗൺസ്മെൻറ്റ് സാധാരണ ചെയ്യില്ലേ. അതുകൊണ്ട് സെപ്റ്റംബർ മിഡ് വീക്ക് ഓർ ലാസ്റ്റ് വീക്ക് പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഇപ്പോൾ റിപ്പോർട്ട്സൊക്കെ പോകുന്നുണ്ട്. ഈ വട്ടം BGM മ്യൂസിക് കാര്യമൊന്നും പേടിക്കണ്ട, നമ്മുടെ പയ്യൻ അനിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അനൗൺസ്മെൻറ്റ് BGM ഒക്കെ തെറിക്കും. അതുപോലെ ദളപതി 61 മെയിൻ കാസ്റ്റ് വർക്കൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ വിജയുടെ കൂടെ പണ്ട് നല്ല പേരായിരുന്ന നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാസ്റ്റിനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാൻസ് കൂടുതൽ സിമ്രനാണ്. അതുപോലെ 2 വലിയ ബിഗ് സ്റ്റാർ കാസ്റ്റ് വേണം ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിന് വേണ്ടി. 2 പേരോട് ടോക്സ് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻഫോർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് വിജയ് സേതുപതി ആണ് എന്നൊരു വിവരമുണ്ട്. ജസ്റ്റ് ടോക്സ് ആണ്, കൺഫേം ആയിട്ടില്ല. കൺഫേം ആയാലും അറിയിക്കാം. അതുപോലെ മോളിവുഡ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെയും ദളപതി 61 കൊണ്ടുവരാനുള്ള ടോക്സ് പോകുന്നുണ്ട്. വിജയുടെ ലാസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവരൊക്കെ ഫെയർവേ കൊടുക്കാൻ വേണ്ടി വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഡേറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഡേറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കാസ്റ്റ് മാറാൻ പറ്റും. പക്ഷേ കാസ്റ്റ് കണ്ടൊന്നും അയപ്പാകരുത്. ലാസ്റ്റ് പടമായതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു പടമാണ്. എങ്ങനെ പോയാലും വിജയുടെ പടം ഹിറ്റാകുമെന്ന് അറിയാം. പക്ഷേ ഫുൾ സാറ്റിസ്ഫൈ മൂവി കിട്ടിയിട്ടില്ല. അതുപോലെ ദളപതി 69 ഒരു കോപ്പ്, മിലിറ്ററി ക്യാരക്ടർ, പോലീസ്, അതുപോലെ ഒരു ക്യാരക്ടറിൽ വരുന്ന വിജയുടെ പടമാണെന്നാണ് പറയുന്നത്. ചിവിനോട് എന്ത് കാട്ടിക്കൂട്ടുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നോക്കാം എന്തൊക്കെയാണെന്ന്. അത് അനൗൺസ്മെൻറ്റ് വരട്ടെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്ന കമൻറ്റ് പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയറോടും അടിയിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണോട് തട്ടിയാൽ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.